അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ദേ വിഷുവിന് സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ വന്നേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് മാറുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉഷാറും എനർജിയും ആണ് കേട്ടോ. നമ്മൾ വീണ്ടും നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോയൊരു ഫീലാണ്. അമ്മ ഒരുപാട് കറികൾ ഉണ്ടാക്കി തരും. സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അമ്മയുടെ കറികളാണ് കേട്ടോ. ഇന്നിപ്പോ തലേ ദിവസത്തെ വിഷുവിന് വെച്ച കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ സ്പെഷ്യലായിട്ട് അമ്മ മാങ്ങ ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മാവില് ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ അച്ചാർ, അങ്ങനെ പലതരം വിഭവങ്ങൾ അമ്മ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ ഇന്ന് സ്പെഷ്യല് അമ്മയുടെ വക സേമിയ പായസമാണ്. പെട്ടെന്ന് ചീരന് ഒരു പായസം കുടിക്കാൻ ഒരു കൊതി. പാലട പായസം ഉണ്ടാക്കി തരുമോ ചാച്ചമ്മയെന്ന് ചോദിച്ചു. പാലട ഉണ്ടാക്കിയ ചാച്ചമ്മ ശരിയാവില്ല, അതുകൊണ്ട് സേമിയ പായസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇതേ അമ്മ സേമിയ പായസം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. ചീരുട്ടിയും ലച്ചുട്ടിയും അമ്മൂമ്മന്നല്ലോട്ടോ വിളിക്കുക, ചാച്ചമ്മന്നാണ് വിളിക്കുക. അത് തുടക്കം വെച്ചത് ലച്ചുട്ടിയാണ്. എന്റെ അമ്മയുടെ പേര് വാസന്തി എന്നാണ്. അപ്പൊ വാസന്തി അമ്മാമ്മന്നാണ് ആള് ചെറുതിലെ വിളിച്ചിരുന്നത്. പക്ഷെ ആള് പറയുമ്പോ വാച്ചമ്മ വാച്ചമ്മ എന്നാണ്. പിന്നെ പതുക്കെ പതുക്കെ അത് ചാച്ചമ്മയിലോട്ട് മാറ്റമായി. അതിനുശേഷം പിന്നെ ലച്ചു എപ്പോഴും ചാച്ചമ്മന്നാണ് വിളിക്കുക. അത് കേട്ട് ചീരുട്ടിയും വലുതായപ്പോ ചാച്ചമ്മ ചാച്ചമ്മ, അങ്ങനെ എല്ലാവരും എന്റെ അമ്മേനെ ചാച്ചമ്മ എന്നാണ് എല്ലാ മക്കളും വിളിക്കുക. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.